മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെജ്രിവാളിന്റെ ഹർജി. ജൂൺ 2-നാണ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അവസാനിക്കുക. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ ഇടക്കാല ജാമ്യം അവസാനിക്കാൻ ഉള്ള സാഹചര്യം എത്തി നിൽക്കെ പുതിയ നീക്കം നടത്തുകയാണല്ലോ കെജ്രിവാൾ. എൽദോ, തീർച്ചയായും. അതായത് 22 ദിവസത്തെ ഇടക്കാല ജാമ്യമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് കോടതി അനുവദിച്ചിരുന്നത്. അത് ജൂൺ 2-ന് അവസാനിക്കാനിരിക്കെയാണ് 7 ദിവസം കൂടി ഈ ജാമ്യം നീട്ടി നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതിയിൽ അത് പരിഗണനയ്ക്ക് വരുമെന്നാണ് കരുതിയിരുന്നതെങ്കിൽ പോലും തന്നെ ഇന്നത് സുപ്രീം കോടതി പരിഗണിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് വൈദ്യ പരിശോധനയ്ക്കായി 7 ദിവസം കൂടി ജാമ്യം നീട്ടി നൽകണമെന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായും ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും രാഷ്ട്രീയപരമായി നോക്കിക്കാണുന്നത് ജൂൺ 4-നാണ് ഈ റിസൾട്ട്, ഈ പൊതുതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുന്നത്. ആ സമയത്ത് ഇന്ത്യ മുന്നണി സംബന്ധിച്ച് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലുണ്ട്. കൂടാതെ തന്നെ ഈ ജാമ്യ വ്യവസ്ഥയിൽ പല പരികാര്യങ്ങളും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പാലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ ജാമ്യ വ്യവസ്ഥ അനുവദിച്ചപ്പോൾ തന്നെ 22 ദിവസത്തിനുള്ളിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നുള്ള കാര്യമൊക്കെ കോടതി പരാമർശം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ, ഹർജി പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ ജാമ്യം നീട്ടി നൽകാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ് എന്നാണ് നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇടക്കാല ജാമ്യ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പൊതുതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവ് ജയിലിൽ കിടക്കുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചുകൂടെ എന്നൊരു പരാമർശം ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അടക്കമുള്ളവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ ജാമ്യം നീട്ടി നൽകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതേസമയം ജാമ്യത്തിന്റെ സമയം നീട്ടി നൽകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മിഥുൻ സൂചിപ്പിച്ച പോലെ. മിഥുൻ,